ഹലോ അസ്സാം വലൈക്കും. ഇന്ന് റമദാൻ ഡേ 3ൻ്റെ വ്ളോഗാണ്. ഇന്ന് ഞാൻ വൈകുന്നേരം മുതലുള്ളതാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേണമായിരുന്നു. അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറച്ച് കറിക്കും എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ എല്ലില്ലാത്ത കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി കുറച്ച് കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ പെരക്കി പൊരിക്കാൻ വെച്ച്. ചെറിയ പീസാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസാക്കിയിട്ട് പൊരിക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് കോക്ടെയിൽ അടിക്കാമെന്ന്. കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നതാക്കണമെന്ന്. അപ്പം ക്യാരറ്റൊക്കെ വാങ്ങിക്കൊണ്ട് കോക്ടെയിലിന് വേണ്ടിയിട്ട് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ സ്കൂൾ വിട്ട് വന്നത്. അപ്പോൾ അവരെ വാർഷികം കഴിഞ്ഞിട്ട് മെഡലാണ് ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ട് രണ്ടുപേരും എന്നെ വന്ന് കാണിക്കുന്നത്. അപ്പോൾ മൂത്ത മോൻ എന്നോട് അറിയാം ഓൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തത് കിട്ടുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ക്യാബേജും ഉള്ളി, കക്കിരി, പിന്നെ പച്ചമുളക്, അതിൻ്റെ കൂടെ മയോണീസ് എന്തായാലും വേണമല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അതും ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പൊരിക്കാനൊക്കെ നിന്നിട്ട് കുറേ സമയം കളയണ്ട, വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷെ കുറച്ച് ഫാറ്റിയാണ്. പിന്നെ നോമ്പിനൊക്കെ അല്ലേ, കുഴപ്പമില്ല. അതുപോലെ ഞാൻ കക്കിരി അരിഞ്ഞിട്ട് ഇങ്ങനെ ഹോൾസുള്ള പാത്രത്തിലിട്ട് വെക്കിയത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറിയിട്ട് അങ്ങ് പോവും. ഇല്ലെങ്കിൽ നമ്മൾ ചില ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒലിച്ച് വരുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇപ്പുറത്തേക്ക് പോള ഉണ്ടാക്കാൻ വേണ്ടി വെച്ച്. പിന്നെ അടുത്ത് വീണ്ടും കോക്ടെയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ജോലിയിലേക്ക് തന്നെ ഞാൻ പിന്നെയും കിടന്ന്. അതിന് വേണ്ടിയിട്ട് പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം പഴുക്കാതെ പപ്പായാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല പഴുത്ത പപ്പായ കിട്ടണം. നമ്മൾ എടുക്കുന്ന പപ്പായയൊക്കെ പോലെ ഇരിക്കും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ആ ജ്യൂസിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഏത് സാധനമായാലും അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സാധനമാണ് ഈ ഒരു ഐസ് ക്യൂബ്. അത് കണ്ടാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അത് കാണുമ്പോൾ തന്നെ. പിന്നെ ഞാൻ ബർഗറിൻ്റെ മസാലയൊക്കെ ആക്കി അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പോളയൊക്കെ മുറിച്ച് എല്ലാം ശരിയാക്കി. പിന്നെ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മളെ മേശപ്പുറത്തേക്ക് ഓരോരോ ഐറ്റംസായിട്ട് എത്തി തുടങ്ങി. ഇന്ന് കുറച്ച് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കാർണോറും മോനെല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഇന്നത്തെ നോമ്പ് പറയും നമ്മളത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.